ചേട്ടാ ഒന്ന് വഴിന്ന് മാറൂ. വഴി മാറാൻ വേണ്ടി നിൽക്കല്ല, നിന്റെ കെട്ടിയവനെ ഇവിടെ വരുത്താൻ വേണ്ടി നിൽക്കാടി. അദ്ദേഹം എന്തിനാ ഇവിടേക്ക് വരുന്നത്? എന്റെ മരുമോനെ തല്ലിയവനെ എനിക്ക് തിരിച്ചു തല്ലട്ടെ. നിന്റെ കെട്ടിയവനെ വിളിക്കടേ. എടേ, നിന്റെ മറ്റവനെ വിളിക്കാനാ പറഞ്ഞ. അവളുടെ കയ്യിൽ ഫോൺ കൊടുക്ക്. നിക്കടി നിക്കടി അവിടെ. അവനേതാടാ? ഇവളുടെ അച്ഛനായാള്. എന്താടോ വന്ന ഉടനെ എന്റെ കാലിൽ വീണ് കളഞ്ഞല്ലോ. നോട്ടം കണ്ടിട്ട് മുഖത്ത് കാറ് തുപ്പിയാലും മരുമോൻ ഇങ്ങോട്ട് പറഞ്ഞേക്കാലെന്ന് തോന്നുന്നു. സത്യം തന്നെയാ. നീ എന്നെ കാറി തുപ്പിയാലും ശരി, എന്റെ കഴുത്തറുത്താലും ശരി, എന്റെ മരുമോനെ ഞാൻ ഇവിടെ കൊണ്ടുവരില്ല. അത് അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ല, നിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയാ. അവനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ മാത്രമല്ല എല്ലാരെയും വെട്ടി കുഴിച്ചു മൂടും. എന്റെ മരുമോനെ കൊലയാളിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. എടോ, തന്നെ തൊട്ടാ ചിലപ്പോ വരില്ല, അവന്റെ പെണ്ണുപിള്ള തൊട്ടാ വരുമല്ലോ ഇവിടെ. വേണ്ട മോളെ, വേണ്ട മോളെ. തൊടരാൻ നോക്കട്ടെ. ചങ്കുറപ്പുള്ളവനാണെങ്കിൽ തൊടരാൻ നോക്കട്ടെ. തൊടരാ മോളെ, അയാളെ അടിക്കരുത് മോളെ. എന്റെ കൺമുമ്പിൽ എന്റെ മോളെ അടിക്കാൻ വരുന്ന നീ. വാ മോളെ, നമുക്ക് പോകാം. വേഗം വാ മോളെ, വാ വേഗം കേറ്. എന്റെ അച്ഛനെ എതിർത്ത് നിന്ന് അടിച്ചവനുണ്ടല്ലോ, അവനെ എനിക്ക് കാണണം. അവനെ വെട്ടി നുറുക്കണം എനിക്ക്. അവനെ ജയിലിൽ വരട്ടെ. അതെങ്ങനെ നടക്കുന്ന? എന്താ വെള്ളനാട് ഭൈരവനെ ചെമ്പനാട് മുകുന്ദനെ അടിച്ച് ആശുപത്രിയിലാക്കിയെന്ന് കേസ് കൊടുത്താൽ മതി. അകത്ത് വരുമ്പോ ഞങ്ങൾ നോക്കിക്കോളാം. ശ്രദ്ധിക്കണം കൊമ്പ, അവന്മാരെന്തും ചെയ്യാൻ മടിക്കാത്തവരാ. എനിക്ക് കുറച്ച് പണിയുണ്ട്. നിന്റെ പേരെന്താ? ശിവദാസൻ. അച്ഛന്റെ പേര്? അടക്കേറ്റി കുഞ്ഞുഞ്ഞ്. ഏത് കോടതിയാ? കോടതി 23. അടയാളം വല്ലതും ഉണ്ടേ പറ. ഇവിടെ ഒരു വെട്ട്. ഇഞ്ഞോ മാറ്. നിന്റെ പേരെന്താ? കൊക്കാണ് സാറേ. കൊക്കോ? എന്താ സാറേ പേര് കേട്ടപ്പോ ബക്കുന്നായോ? ഓടാ. നിന്റെ പേരെന്താടാ? മുകുന്ദൻ എന്നാ. ചെമ്മനാടാണോ നിന്റെ വീട്? അതെ സാർ. കേട്ടില്ലേ? മുകുന്ദൻ, ചെമ്മനാട് മുകുന്ദേട്ടൻ. ഇവൻ തന്നെയാ. കൊണ്ടുപോയിക്കോ. ഓടാ. വെട്ടിക്കൊല്ലണം അവനെ. ഇന്ന് രാത്രി തന്നെ തട്ടണം. ആയിക്കോട്ടെ, തട്ടണം തട്ടണം എന്ന് പറഞ്ഞാലേ അകത്ത് കിടക്കുമ്പോ എങ്ങനെ തട്ടാനാ? രവി, 7 മണിയാകുമ്പോൾ പടം തുടങ്ങും. 8 ആവുമ്പോഴേ കറണ്ട് പോകും. 8:10 ജനറേറ്റർ ഓൺ ആക്കത്തുള്ളൂ. ആ 10 നിമിഷത്തിനുള്ളിൽ അവനെ തീർത്തേക്കണം. അതിരിക്കട്ടെ, കറണ്ട് കട്ടായ എങ്ങനെ കണ്ടുപിടിക്കും? എന്നാ ഈ ഫ്ലോറസൻ പൗഡർ അവന്റെ ദേഹത്ത് തേച്ചാൽ മതി. ഏത് ഇരുട്ടിലും തിളങ്ങി നിൽക്കും. അപ്പോഴേ വെട്ടി പീസ് ആക്കിയരേ. ശരിയാ ചേട്ടാ, പക്ഷെ അകത്ത് വന്നില്ല എങ്ങനെ അടയാളം കണ്ടുപിടിക്കും? അവനെ ഇവിടെ കൊണ്ടുവരുന്ന നമ്മുടെ പവിത്രനാ. ചേട്ടാ, നിങ്ങൾ പറഞ്ഞതാ വരുന്ന കാരണവരെ കുറിച്ചല്ലേ? കേട്ടോ,
ആള് വീതിയുള്ള സൈസാ. കത്തി എവിടെ കുത്തിയാലും ഇറങ്ങിക്കോളും. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞങ്ങൾ തീർത്തോളാം ഇയാളെ. തീർക്കണം. നമ്മളെ എതിർക്കാൻ ആരാ ഉള്ളത് ഇവിടെ? ചേട്ടാ ഒരു മിനിറ്റ്. എടാ കൊമ്പ, എന്തുണ്ട് വിശേഷം? ആ സുഖമായിട്ടിരിക്കണു. നിനക്ക് സുഖമല്ലേ? തന്നെ എളിയ. അല്ല, എന്താ പ്രശ്നം? ആരെ തട്ടിട്ട് വന്നിരിക്കണേ? ആരെയും തട്ടിയിട്ടില്ല. അകത്ത് ഏതോരുത്തിന് എന്റെ അമ്മായച്ചനെ തട്ടുമെന്ന് പറഞ്ഞു. അത് ആരാണെന്ന് അറിയാൻ വേണ്ടി വന്നതാ. നിന്റെ അമ്മാവനാ? ആരാത്? അമ്മാവാ, അച്ഛനെ വിളിച്ചോണ്ട് വാ. മുകുന്ദേട്ടാ. എടാ രാജപ്പ, നീ എന്താ ഇവിടെ? ചേട്ടന്റെ പേര് കള്ളക്കേസ് എടുത്താൽ ഞങ്ങൾക്ക് സമാധാനമായിട്ട് പുറത്തേക്കാൻ പറ്റുമോ? മരുമോൻ പുറത്ത് നിൽപ്പുണ്ട്. മുകുന്ദേട്ടൻ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. കൊമ്പനോ? അമ്മാവാ, അച്ഛനെ അങ്ങോട്ട് നിർത്ത്. അങ്ങോട്ട് കയറ്റി നിർത്ത്. വാ മുകുന്ദേട്ടാ. എല്ലാരും നോക്കിയേ. ഈ നിൽക്കുന്ന ആളെ കണ്ടില്ലേ? ഇദ്ദേഹമാണ് എന്റെ അമ്മായച്ചൻ, ചെമ്പനാട് മുകുന്ദൻ. ഇദ്ദേഹത്തെ ആരോ അകത്ത് വെച്ച് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് കണ്ടോ എല്ലാരും? ആള് മാറി പോവാൻ പാടില്ല. അമ്മാവാ, അച്ഛനെയും കൂട്ടിക്കൊണ്ട് പോയിക്കോ. ചേട്ടന്മാരെ, അവനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. നമ്മളൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആളുകളെ തട്ടും. അവൻ അങ്ങനെയല്ല, ആളുകളെ തട്ടിയിട്ടേ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെയുള്ളടത്തിന് മുമ്പ് വെച്ച് അവന്റെ അമ്മാനോ തട്ടുമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അവൻ അകത്ത് കയറാൻ വേണ്ടി എന്താ ചെയ്തെന്നറിയോ? ഞാനിരിക്കുമ്പോ എന്റെ അമ്മായച്ചനെ ആര് തൊടാനാടാ? നിങ്ങളുടെ ഇൻസ്പെക്ടറുടെ മോന്തക്കിട്ട് താങ്ങിയിട്ട് അവൻ അകത്ത് വന്നത്. അങ്ങനെയുള്ളടത്തിന്റെ അമ്മാവനെ അവന്റെ മുമ്പിൽ വെച്ച് നീ തട്ടിന്ന് വെച്ചോ? ഈ ജയിലിലെ രാജാക്കന്മാരാ നിങ്ങള്. നിങ്ങളായി അവനായി. ഞാൻ പോണു. അങ്ങോട്ട് നോക്ക്. ഇവിടെ വന്നും അടി ഉണ്ടാക്കുന്ന കണ്ടില്ലേ? അതുകൊണ്ടാണ് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞത്. വാ നമുക്ക് പോകാം. ചേട്ടൻ അവിടെ നിന്നേ. പുറത്ത് വഴക്കുണ്ടാക്കിയതിനെ അകത്തിട്ടത്. അകത്ത് വഴക്കുണ്ടാക്കുന്ന കണ്ടില്ലേ ചേട്ടാ? ആ നോക്ക്, അടി മേടിക്കുന്നത്. എടാ, നിന്റെ പേരാണോ കൊമ്പൻ? സാറ് വിളിക്കുന്നു, വാ. പാട്ടൊരെണ്ണം പാടി വാടാ ഇങ്ങോട്ട്. നീ വേലെടുത്ത് തുള്ളിക്കോടാ ചോറ. സാറേ, ഇവനാണ് കൊമ്പൻ. നീയാണോ കൊളത്തൂർ ഇൻസ്പെക്ടറെ അടിച്ചിട്ട് അകത്ത് വന്ന്? നിന്റെ തരികടയൊക്കെ അങ്ങ് വീട്ടി മതി. ഇതിനകത്ത് കാണിച്ച നിന്റെ കുതുകാല് വെട്ടിയെടുക്കും ഞാൻ.
എന്താ സാറേ, സമയം 8 നോക്കുവാണോ? 8 മണിക്ക് കട്ടാവില്ല. ഇതാ ഇപ്പൊ പോകും. എന്താ ചേട്ടാ, ഈ കളിയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ കുറെ കളിച്ചതാ. നിങ്ങളുടെ നല്ല സമയമാ. ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരിക്കുക. ഇനി ഒരു തവണ എൻ്റെ അച്ഛനെ തൊടാൻ നോക്കിയാ നാളെ കാലത്ത് നിന്റെ അമ്മാവൻ ജീവനോടെ ഉണ്ടാവില്ലടാ. ആദ്യം നീയൊക്കെ കാണുമോ നോക്ക്. എന്ത് പണിയാ ചേട്ടാ കാണിച്ചേ? നമ്മൾ ഭൈരവന്റെ മകളെ തട്ടാനല്ലേ ഉള്ളിൽ വന്നത്. ആവശ്യമില്ലാതെ നിങ്ങൾ കൊമ്പനാണല്ലോ രക്ഷിച്ചത്. ആ കൊമ്പനെ വെച്ച് വേണം ഭൈരവന്റെ മക്കളെ തീർക്കാൻ. അതിനാ ഞാൻ അവനെ സഹായിച്ചത്. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, റിമാൻഡ് ചെയ്യപ്പെട്ടവർക്ക് ജാമ്യം വന്നിട്ടുണ്ട്. ആർക്കൊക്കെയാണെന്ന് ഇപ്പൊ ഞാൻ പേര് വായിക്കാൻ പോവാ. അവരെല്ലാരും ഇപ്പൊ മെയിൻ ഓഫീസിലേക്ക് വരേണ്ടതാണ്. നമ്പർ 1 അലക്സ്, അച്ഛന്റെ പേര് എബ്രഹാം കൊച്ചേരി. നമ്പർ 2 മുത്തുമണി, അച്ഛന്റെ പേര് ഭൈരവൻ. നമ്പർ 3 ചന്ദ്രബോസ്, അച്ഛന്റെ പേര് ചന്ദ്രശേഖരൻ. 4 സുരേഷ്, എന്താ ഇതൊക്കെ? പ്രഭാകരൻ. ഞങ്ങളെ അകത്തിട്ടിട്ട് നിങ്ങൾ മാത്രം ജാമ്യം എടുത്തിട്ട് വെളിയിൽ പോകുന്നത്. നിന്റെ ചേട്ടൻ ജാമ്യം എടുത്തു പോകുന്നതല്ല, ഞാനാ ജാമ്യം വാങ്ങിക്കൊടുത്തേ. എന്താ ചേട്ടാ നോക്കുന്നേ? ഞാൻ ഉണ്ടാവില്ലെന്ന് പറഞ്ഞത് ജീവനോടെ ഉണ്ടാവില്ലെന്നല്ല, അകത്തുണ്ടാവില്ലെന്നാ പറഞ്ഞത്. ഇങ്ങനെ രണ്ടുപേരും മുഖം കാണിച്ചോടെ നടന്നോണ്ടല്ലോ ജീവനോടെ ഉണ്ടാവില്ല. ഓയ്ക്കോ.